إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم وإياي أولا بتقوى الله فاتقوا الله يا عباد الله اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നശ്വരമായ ഈ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി പാലിച്ച് തഖ്വയിലധിഷ്ഠിതമായി ജീവിക്കണമെന്ന് ആദ്യാവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. തഖ്വയോടെ ജീവിക്കുവാനും തൗഹീദിൽ മരിക്കുവാനും ആ ഒരു രൂപത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിൽ ഒരുപാട് പാപങ്ങളിൽ മുഴുകുകയും മടിയും അലസതയുമെല്ലാം പിടികൂടി അള്ളാഹുവിലേക്ക് എങ്ങനെയാണ് മടങ്ങേണ്ടത്, സന്മാർഗത്തിൻ്റെ വഴി അറിയാതെ ശങ്കിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി, അവൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പഠിപ്പിച്ചു തരുന്നുണ്ട്. 10ഓളം മാർഗങ്ങൾ ശൈഖുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിലെ ആദ്യത്തെ 3 ഭാഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പൂർണ്ണമായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങുക, അതാണ് അദ്ദേഹം ഒന്നാമതായി പറയുന്നത്. രണ്ടാമതായി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുന്നു, അള്ളാഹുവിന് മുമ്പിൽ അങ്ങേയറ്റത്തെ വിനയവും അങ്ങേയറ്റത്തെ താഴ്മയും വിധേയത്വവും എല്ലാം കാണിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചെറുതാണ് എന്നൊരു ബോധം നമുക്കുണ്ടാകുക. മൂന്നാമത്തേതായി അദ്ദേഹം പഠിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനകൾ, അത് ജീവിതത്തിൽ പതിവാക്കി ഉത്തരം നൽകപ്പെടാൻ ഒരുപാട് ചാൻസ് ഉള്ള സമയങ്ങൾ, ആ സമയങ്ങളിലെല്ലാം നിരന്തരം പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് അടുക്കുക. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ സൂചിപ്പിക്കുകയുണ്ടായി. അത് നാം മനസ്സിലാക്കിയതാണ്. അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ 4ാമതായി കൊണ്ടുവരേണ്ട കാര്യം മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുന്നു, അൽ ഇസ്തിഗ്ഫാർ. നിരന്തരം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടുക എന്നുള്ളതാണ്. നമുക്കുണ്ടായ കുറവുകൾ, നാം ചെയ്തിട്ടുള്ള പാപങ്ങൾ, ന്യൂനതകൾ, അതിൽ നിന്നെല്ലാം അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുവാൻ, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുവാൻ വേണ്ടി എപ്പോഴും അള്ളാഹുവിനോട് തേടണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വ ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ. തീർച്ചയായും ഞാൻ, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും ഇസ്തിഗ്ഫാർ തേടാറുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മുൻകഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുത്തതാണ്. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസവും ഒരുപാട് ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നാം എത്രത്തോളം ഇസ്തിഗ്ഫാർ നടത്തണം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്ന് പറഞ്ഞാൽ
നാം ചെയ്തിട്ടുള്ള ന്യൂനതകളും നാം ചെയ്തിട്ടുള്ള പാപങ്ങളുമെല്ലാം അത് മറ്റുള്ളവർ അറിയാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ വെളിവാക്കാതെ അത് പുറത്തു കിട്ടുവാനും അത് മറച്ചു വെക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ നാളെ ആഖിറത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വഷളാക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പുറത്തു നൽകുവാൻ വേണ്ടി, അത് മറച്ചു വെക്കുവാൻ വേണ്ടിയുള്ള തേട്ടമാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഒരു പാപം ചെയ്താൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അപ്രകാരമാണ്, ഒരു വ്യക്തി ഒരു പാപം ചെയ്താൽ അതൊരിക്കലും പരസ്യപ്പെടുത്തുവാനോ അല്ലെങ്കിൽ പരസ്യമായിക്കൊണ്ട് തിന്മകൾ ചെയ്യുവാനോ പാടുള്ളതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, കുല്ലു ഉമ്മത്തി മുആഫ, എൻ്റെ സമുദായത്തിലെ എല്ലാ വ്യക്തികളും അവർക്ക് അവരുടെ പാപങ്ങൾ പുറത്ത് കിട്ടുന്നതാണ്. ഇല്ലൽ മുജാഹിരീൻ, മുജാഹിരീങ്ങളൊക്കെ, അതായത് തെറ്റുകൾ പരസ്യമാക്കുന്നവർ, പരസ്യമായി തിന്മകൾ ചെയ്യുന്നവർ, അവർ ഒഴികെ എൻ്റെ ഉമ്മത്തിലെ എല്ലാവർക്കും അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്നതാണ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നാം ചെയ്ത പാപങ്ങൾ അത് നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നാം സംസാരിക്കുമ്പോൾ, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ നാം സംസാരിക്കുമ്പോൾ, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഈ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ പാട്ട് ഞാൻ കേട്ടിട്ടുള്ള രൂപത്തിൽ നമ്മുടെ സംസാരത്തിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നാം ചെയ്ത പാപങ്ങൾ അത് നാം പരസ്യമാക്കുകയാണതെല്ലാം. ഇത് പാടില്ല, ഇത് ഇസ്തിഗ്ഫാറിന് എതിരാണ് എന്നുള്ളതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ സുഹൃത്ത്, നമ്മുടെ കൂടെയുള്ളവർ, അവർ ചെയ്തു പോയ എന്തെങ്കിലും തിന്മകൾ അല്ലെങ്കിൽ അവരുടെ കുറവുകൾ അതൊരിക്കലും വെളിവാക്കാതെ പാടില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സുഹൃത്തിൻ്റെ പാപങ്ങളോ സുഹൃത്തിൻ്റെ ന്യൂനതകളോ വെളിവാക്കുന്നത് ഇസ്തിഗ്ഫാറിന് എതിരാണ് എന്നുള്ളത് നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാറിൻ്റെ ഒരു പ്രാധാന്യം പറയുകയാണെങ്കിൽ, അള്ളാഹുവിനോട് നാം പാപമോചനം തേടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അത് സ്വീകരിക്കപ്പെടുവാനുള്ള ഒരു തടസ്സമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഹറാമുകൾ ഉണ്ടാവുക എന്നുള്ളത്. ആ ഹറാമിൽ നാം ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതാണ്. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, വ അനിസ്തഗ്ഫിറു റബ്ബക്കും ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും നല്ല ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ചെയ്തിട്ടുള്ള നമുക്ക് ഓർമ്മയുള്ളതും ഓർമ്മയില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് തിന്മകളുണ്ട്. അതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. ദിവസവും ഒരുപാട് നേരം വെറുതെ നടക്കുമ്പോഴെല്ലാം അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരുപാട് തവണ നമ്മുടെ നാവ് കൊണ്ട് പറയുമ്പോൾ നാം പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം ഭംഗിയാക്കി തരുമെന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത്. അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അഞ്ചാമതായി ചെയ്യേണ്ട ഒരു കാര്യം ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വല്യത്തഖിദ് വിർദം മിൻ തറഫൈ നഹാരി വ വഖ്തിൻ നൗം. പകലിലെ രണ്ടറ്റത്തിലെ ദിക്റുകൾ, അതായത് പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളും അതോടൊപ്പം ഉറങ്ങുന്നതിന് മുമ്പുള്ള ദിക്റുകളും അവൻ പതിവാക്കണം. അതിലൊരു വീഴ്ചയും വരുത്താതെ ദിക്റുകൾ പതിവാക്കുവാനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കേണ്ടവനാണ് ഒരു സത്യവിശ്വാസി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യസാലു ലിസാനക റത്ബൻ മിൻ ദിക്രില്ലാഹ്. അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട്, അള്ളാഹുവിൻ്റെ സ്മരണയെ തൊട്ട് നിൻ്റെ നാവ് ഒരിക്കലും ഉണങ്ങിപ്പോകരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമ്മുടെ നാവും അള്ളാഹുവിൻ്റെ ദിക്റും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹോദരങ്ങളെ, നമുക്ക് ദിക്റ് ചെല്ലുവാൻ നമ്മുടെ ജീവിതത്തിൽ യാതൊരു തടസ്സവുമില്ല. നമ്മൾ കാറിലിരിക്കുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ, യാത്ര പോകുമ്പോൾ, ബസ്സിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓഫീസിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ മുമ്പിൽ നാം വെയിറ്റ് ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ ഫോണുകൾ തോണ്ടുന്നതിന് പകരം അവിടെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്ന് പറയാൻ നമുക്ക് എന്താണ് തടസ്സം? ഒരു തസ്ബീഹ് ചെല്ലാൻ, ഒരു ഇസ്തിഗ്ഫാർ തേടുവാൻ, അല്ലെങ്കിൽ ഒരു തഹ്ലീൽ ചെയ്യാൻ, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ എന്നെല്ലാം പറയുവാൻ നമുക്ക് എന്താണ് തടസ്സമുള്ളത് സഹോദരങ്ങളെ? അതുകൊണ്ട് ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുവാനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത്. പ്രത്യേകിച്ച് അദ്കാറുസ് സബാഹ് വൽ മസാ, അതായത് രാവിലെ സുബഹി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള പ്രത്യേക ദിക്റുകൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകിട്ട് അസ്ർ നിസ്കാരത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ ചെല്ലേണ്ടതായിട്ടുള്ള ചില ദിക്റുകൾ
വെറും 10 മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാവുന്ന ചില ദിക്റുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നാം പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി പ്രവാചകനോടുള്ള ഇഷ്ടം, ഹുബ്ബ്, സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ ദിക്റുകൾ നാം പഠിക്കും. ആ ദിക്റുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നാം പ്രാവർത്തികമാക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം ഉറങ്ങുന്നതിന് മുമ്പുള്ള ദിക്റുകളും ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു കാര്യവും നാം പതിവാക്കേണ്ടതുണ്ട്. ദിക്റുകൾ എന്നുള്ളത് നാം ശൈത്താനിന് മുമ്പിൽ, പിശാചിന് മുമ്പിൽ ഒരു സത്യവിശ്വാസി ഉണ്ടാക്കുന്ന ഒരു കോട്ടയാണ് ദിക്റുകൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ദിക്റിൻ്റെ കിതാബുകൾ അതിന് ഹുസ്നുൽ മുസ്ലിം, മുസ്ലിമിൻ്റെ കോട്ട എന്ന് പേര് വരെ നൽകപ്പെട്ടത്. അദ്കാറു സ്വബാഹി വൽ മസാ, ഒരു വ്യക്തി അതിൽ തെറ്റിക്കാതെ പതിവായി ചെയ്യുമ്പോൾ അവൻക്ക് അവൻ്റെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങൾ ഒരു നിർബന്ധമായും ഫീൽ ചെയ്യുമെന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ശൈത്താന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതെ ശൈത്താനിൽ നിന്നുള്ളൊരു സംരക്ഷണം ദിക്റുകൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ആ ദിക്റുകൾ പതിവാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുവാനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അഞ്ചാമതായി പറയുന്നത്. ആറാമതായി അദ്ദേഹം പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖദറിൽ, അള്ളാഹുവിൻ്റെ വിധികളിൽ നാം ക്ഷമിക്കണം, സബർ ഉണ്ടാകണമെന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകൾക്കും ഇല്ലാത്തൊരു കാര്യമാണ് ക്ഷമ, സബർ എന്നുള്ളത്. അവർക്ക് എല്ലതും പെട്ടെന്ന് ചെയ്യണം, ധൃതിയിൽ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ലല്ലോ തീരുമാനങ്ങൾ എന്നുള്ളത് പലർക്കും രാവലാതി ഉണ്ടാകാറുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നാം തൃപ്തി അടയേണ്ടതും അതിൽ നാം ക്ഷമിക്കേണ്ടതും നമ്മുടെ മേൽ ബാധ്യതയുള്ളൊരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു സത്യവിശ്വാസിക്ക് തൻ്റെ ജീവിതത്തിൽ 3 കാര്യങ്ങളിലാണ് ക്ഷമ പ്രധാനമായി വേണ്ടത്. 3 കാര്യങ്ങളിൽ അവൻ പ്രധാനമായും ക്ഷമിച്ചാൽ അവനക്ക് ഈ ജീവിതം ഒരു പ്രയാസമില്ലാതായി തീരും. ഒന്നാമതായി, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യണമെന്ന് കൽപ്പിച്ച കാര്യങ്ങൾ, അള്ളാഹുവിനോടുള്ള അനുസരണകൾ. ആ അനുസരണകൾ ചെയ്യുമ്പോൾ നമുക്ക് നേരിടുന്ന പ്രയാസങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുന്നത്, അതിലെല്ലാം നാം ക്ഷമിക്കണം. അള്ളാഹുവിനോടുള്ള അനുസരണയിലുള്ള ക്ഷമ. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് നാം ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഈ തിന്മ ചെയ്യാൻ നമ്മോട് പറയുന്നുണ്ടാകും. പക്ഷേ ഇത് അള്ളാഹു വിരോധിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ നമ്മുടെ ഇഷ്ടങ്ങളെ നാം മാറ്റി നിർത്തുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രയാസം, ആ പ്രയാസത്തിന്മേലും നാം ക്ഷമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ വിരോധം അത് ഒഴിവാക്കുമ്പോഴുള്ള ക്ഷമ. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രകാരം ഒരു വ്യക്തിക്കുണ്ടാകേണ്ട ക്ഷമ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളിലും അതുപോലെ തന്നെ ഈ ലോകത്ത് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, അള്ളാഹുവിൻ്റെ വിധികളിൽ നമുക്ക് തൃപ്തിയില്ലായ്മ, അത്തരം കാര്യങ്ങളെ തൊട്ട് നാം ക്ഷമിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമുക്ക് ചില മുസീബത്തുകൾ, പ്രയാസങ്ങൾ, ചില മരണങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായ നഷ്ടങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് കൊണ്ട് മാത്രം അവിടെ നാം ക്ഷമിക്കണം. ഈ ഒരു രൂപത്തിൽ, 3 രൂപത്തിലും ഒരു സത്യവിശ്വാസി ശമശീലിക്കണം. ആ ക്ഷമ കൈകൊള്ളുവാനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ആറാമതായി പഠിപ്പിക്കുന്നത്. ഏഴാമതായി അദ്ദേഹം പറയുന്നു, ഇക്മാലുൽ ഫറായിദി മിനസ് സ്വലവാത്തിൽ ഖംസ്. അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ മേൽ നിർബന്ധമുള്ള കാര്യം എന്താണോ അത് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് 5 നേരം നിസ്കാരം നമ്മുടെ എല്ലാവരുടെയും മേൽ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. 5 നേരം നിസ്കാരം എന്നുള്ളത് അത് ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കണം. ഒരു രാത്രി കിടക്കാൻ നേരത്ത് ഞാനിന്ന് ഫജ്ർ നിസ്കരിച്ചോ, ളുഹ്ർ നിസ്കരിച്ചോ, അസർ നിസ്കരിച്ചോ, മഗ്രിബ് നിസ്കരിച്ചോ, ഇശാ നിസ്കരിച്ചോ എന്ന് ചിന്തിച്ച് ഉറപ്പ് വരുത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഇത്തരത്തിൽ നമ്മുടെ മേൽ നിർബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിസ്കാരത്തിന് പുറമെ ചില ബാധ്യതകളുണ്ടാവും. ഉമ്മയോടുള്ള ബാധ്യതകൾ, മക്കളോടുള്ള ബാധ്യതകൾ, ഉപ്പയോടുള്ള ബാധ്യതകൾ, ഇതെല്ലാം ചെയ്തു വീട്ടിയിട്ടുണ്ടോ? അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ടോ എന്നുള്ളത്, അതിൽ വീഴ്ച വരുത്താതെ ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കണം. പ്രത്യേകിച്ച് 5 നേരം നിസ്കാരം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ പരലോകത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം അതിൽപ്പെട്ട ഒന്നാണ് 5 നേരം നിസ്കാരം എന്നുള്ളത്. അത് പ്രത്യേകിച്ച് ജമാഅത്തായിക്കൊണ്ട് പുരുഷന്മാരുടെ മേൽ നിർബന്ധമുള്ള കാര്യമാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ ആ വിശ്വാസികളുടെ ഗുണമായി ആദ്യം പറഞ്ഞത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്, ഭയഭക്തിയുള്ളവരാണ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തിൽ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ മക്കളും എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന്
ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ തലമുറയിൽ പ്രത്യേകിച്ച് യുവാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അശ്രദ്ധരാകുന്ന കാഴ്ച നാം എല്ലാവരും കാണുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ എത്ര വലുതാണെങ്കിലും ഒരു പിതാവ് എന്ന നിലയ്ക്ക് എൻ്റെ ബാധ്യതയാണ്, ഒരു മാതാവ് എന്ന നിലയ്ക്ക് എൻ്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കൾ 5 നേരം നിസ്കരിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സഹോദരങ്ങൾ, ചിലപ്പോൾ പരലോകത്ത് അത് നമുക്കെതിരായി തീരുമെന്നുള്ളത് നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുവാൻ അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യമാണ് നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. നിസ്കാരം അതിലൊരു ഉദാഹരണം മാത്രം. 8ാമതായി അദ്ദേഹം പറയുന്നു, ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതായത് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടല്ലാതെ യാതൊരു ശക്തിയോ അല്ലെങ്കിൽ യാതൊരു സഹായമോ യാതൊരു പ്രവർത്തനമോ ഇല്ല എന്നുള്ള ആ ഒരു തൗഹീദിൻ്റെ വാചകം അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. അതോടൊപ്പം നാവ് കൊണ്ട് എപ്പോഴും പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഒരു പ്രയാസം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ, ഒരു മുസീബത്ത് വരുമ്പോൾ അവിടെയെല്ലാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ഒരു പ്രയാസത്തിൽ നിന്ന്, ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഈ വാചകം നമ്മെ അറിയിക്കുന്നുണ്ട്. ഈ ഒരു വാചകം നാം ഉൾക്കൊണ്ടാൽ എല്ലാ പ്രയാസങ്ങളും വേദനകളും തീരുമെന്നുള്ളതിന് പുറമെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന. സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയെപ്പറ്റി ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ എന്നെ അറിയിച്ചെന്നാൽ എനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയെ അറിയിച്ചു കൊടുക്കുകയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയോ യാതൊരു തീരുമാനങ്ങളോ ഒന്നുമില്ല എന്നുള്ള ആ കലിമത്ത് തൗഹീദിൻ്റെ വാചകമാണ് അദ്ദേഹം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എപ്പോഴും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന വാചകത്തിൻ്റെ ചുറ്റുമായിരിക്കും നാം ജീവിക്കേണ്ടത്. എപ്പോഴും ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. നാം എന്ത് തീരുമാനങ്ങൾ ഉദ്ദേശിച്ചാലും അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അതേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. നാം എവിടേക്ക് പോകാൻ ഉദ്ദേശിച്ചാലും അള്ളാഹു എവിടേക്ക് പോകാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഒരു തടസ്സം മുമ്പ് വരും. അവിടെ നാം തൃപ്തിയാടണം. ഈ ഒരു രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ ഖദറിൽ, അള്ളാഹുവിൻ്റെ വിധികളിൽ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ നമുക്കൊരു യാതൊരു സങ്കടമോ അല്ലെങ്കിൽ അതൃപ്തിയോ ഉണ്ടാകില്ല. മറിച്ച് ഇതെല്ലാം കൂടുതൽ ഈമാനികമായി വരുവാൻ, അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമ്മെ സഹായിക്കുമെന്നുള്ളതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത്. ആ ഒരു രൂപത്തിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പോലെയുള്ള കലിമത്ത് തൗഹീദും ഇത്തരം കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين له الحمد الحسن والثناء الجميل وأشهد أن لا إله إلا الله وحده لا شريك له يقول الحق وهو يهدي السبيل وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه أجمعين أما بعد أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ ഉദ്ദേശിക്കുന്നൊരു വ്യക്തി 9ാമതായി ചെയ്യേണ്ട ഒരു കാര്യമായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വ്യത്യസ്ത സന്ദർഭങ്ങളെക്കുറിച്ചും നാം മുമ്പ് മനസ്സിലാക്കുകയുണ്ടായി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത്, നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ധൃതി കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണ് ധൃതി കാണിക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വ്യക്തി പറയുകയാണ്, ഖദ് ദഅൗതു ഫലം യുസ്തജബ് ലി. ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പക്ഷേ എനിക്ക് ഉത്തരം നൽകുന്നില്ല, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചല്ലോ, പക്ഷെ അള്ളാഹു എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എനിക്ക് ഉത്തരം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പ്രാർത്ഥിക്കുന്നത് ഒഴിവാക്കുക. ഇത് പാടില്ലാത്തതാണ്. മറിച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം ആവർത്തിച്ചൊരു കാര്യം ചോദിക്കുമ്പോഴാണ്. ഒരിക്കലും ഒരു കാര്യം നാം ആവർത്തിച്ച് പ്രാർത്ഥനകളുടെ നിബന്ധനകളെല്ലാം പാലിച്ച് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. മറിച്ച് നാം മനസ്സിലാക്കേണ്ടത്, സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥന നാം അള്ളാഹുവിനോട് എന്താവശ്യപ്പെട്ടാലും മൂന്നാലൊരു രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും.
ഒന്നാമത്തെ രൂപം എന്നുള്ളത് നാം അള്ളാഹുവിനോട് എന്താണോ തേടിയത്, എന്താണോ പ്രാർത്ഥിച്ചത്, ചിലപ്പോൾ ആ പ്രാർത്ഥിച്ച കാര്യം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. നാം സമ്പത്ത് ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകും. എന്താണോ പ്രാർത്ഥിച്ചത് അത് ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. രണ്ടാമത്തെ ഒരു രൂപം, അള്ളാഹു ഉത്തരം നൽകുന്ന രണ്ടാമത്തെ രൂപം എന്നുള്ളത്, നാം പ്രാർത്ഥിച്ച പ്രാർത്ഥന അതിന് ദുനിയാവിൽ ഉത്തരം നൽകാതെ പരലോകത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയെ മാറ്റും. നാം ഒരുപാട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന കാരണം പരലോകത്ത് നമ്മുടെ തിന്മകൾ മായ്ക്കപ്പെടുവാൻ, അതിനുവേണ്ടി നമ്മുടെ ദറജകൾ ഉയർത്തുവാനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെക്കും. അത് ചിലപ്പോൾ നമുക്കറിയില്ല. മൂന്നാമത്തെ രൂപം എന്നുള്ളത്, ഈ ദുനിയാവിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു ഉപദ്രവത്തെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷിക്കും. നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ ഒരു ഉപദ്രവത്തെ തൊട്ട് നമ്മെ രക്ഷിക്കുമെന്നുള്ളതാണ്. നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഈ മൂന്നാലൊരു രൂപത്തിൽ എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കുമെങ്കിൽ സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാതിരിക്കുവാൻ എന്താണ് നമുക്ക് ന്യായമുള്ളത്? എന്താണ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് തടസ്സമുള്ളത് എന്ന് നാം ചിന്തിക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിക്കൊണ്ട് നാം മാറേണ്ടതുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്ന അവസാനത്തെ കാര്യം വളരെ പ്രാധാന്യത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നു, വലിയഅലം അന്നൻ നസ്റ മഅ സ്സബ്രി വ അന്നൽ ഫറജ മഅൽ കർബി വ അന്ന മഅൽ ഉസ്രി യുസ്റ. അദ്ദേഹം പറയുകയാണ്, നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഉൾക്കൊള്ളേണ്ട, നമുക്ക് ആ ബോധ്യം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ് അദ്ദേഹം പറയുന്നത്. നാം ഒരുപാട് വിജയങ്ങൾ, ഒരുപാട് സ്ഥാനങ്ങൾ നേടിയെടുക്കുവാൻ, പല മേഖലകളിലെ വിജയങ്ങൾ നേടിയെടുക്കുവാൻ വിചാരിക്കുന്നവരാണ്, ഉദ്ദേശിക്കുന്നവരാണ്. അദ്ദേഹം പറയുന്നു, വിജയം എന്നുള്ളത് അതെപ്പോഴും ക്ഷമയോടൊപ്പമേ വരികയുള്ളൂ. അതുപോലെ തന്നെ നാം ആഗ്രഹിക്കുന്ന ആശ്വാസം, പ്രയാസങ്ങളിൽ നിന്ന് വിട്ടുനിന്നുള്ള ആശ്വാസം, അതൊരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായതിനു ശേഷമേ നമുക്ക് ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. വ അന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തോടൊപ്പം മാത്രമാണ് എളുപ്പം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങൾ ഇടുങ്ങുന്നുവോ, പ്രയാസമുണ്ടാകുന്നുവോ, അപ്പോഴെല്ലാം നാം മനസ്സിലാക്കണം, ഇതിന് ശേഷം ഒരു എളുപ്പം, ഒരു ആശ്വാസം എനിക്ക് വരാനുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, ഇന്ന മഅൽ ഉസ്രി യുസ്റ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരു നഫ്സിനെയും ഒരു വ്യക്തിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഭാരം കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ നാം അവിടെ മനസ്സിലാക്കേണ്ടത്, ഇതിന് ശേഷം ഒരു എളുപ്പം എനിക്കുണ്ട്, ഒരു വിജയം എനിക്കുണ്ട്, ഞാൻ ക്ഷമിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് നാം മടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ 10 കാര്യങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിന് മുമ്പിൽ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും കാണിക്കുക, പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പ്രാർത്ഥനകൾ അത് പതിവാക്കുക. 4-മത്തേത്, ആ പ്രാർത്ഥനകൾ ധൃതി കാണിക്കാതിരിക്കുക. അതോടൊപ്പം പാപമോചനം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, ദിക്റുകൾ പതിവാക്കുക. അതുപോലെ തന്നെ സ്വബർ, ക്ഷമ കൈവരിക്കുക. നിർബന്ധമായ കാര്യങ്ങൾ, 5 നേരം നിസ്കാരം പോലെ നിർബന്ധമായ കാര്യങ്ങൾ അതൊരുപാട് ചെയ്യുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന കലിമത്തു തൗഹീദ് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അതോടൊപ്പം ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്ന ആയത്ത്, അതിൻ്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക. ഈ ഒരു രൂപത്തിൽ 10 കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുവാൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ അതെല്ലാം നമ്മെ സഹായിക്കുമെന്നുള്ളതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇതെല്ലാം പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മനസ്സിലാക്കി അത് പഠിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായി വരുമെന്നുള്ളതാണ്. നാം പ്രവാചകൻ്റെ സ്നേഹികളാണെങ്കിൽ, പ്രവാചകനോട് ആത്മാർത്ഥമായ സ്നേഹമുള്ളവരാണെങ്കിൽ, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നവരാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം പിൻപറ്റണം. അള്ളാഹു പറയുന്നുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നബിയെ, താങ്കൾ പറയണം, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ദുനിയാവിലെയും ആഖിറത്തിലെയും നമ്മുടെ വിജയം, നമ്മുടെ സമാധാനം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുമ്പോഴാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഫർളുകൾക്ക് പുറമെയുള്ള ഒരുപാട് കാര്യങ്ങൾ, 5 നേരം നിസ്കാരത്തെക്കുറിച്ച് നാം സൂചിപ്പിക്കുകയുണ്ടായി. അതിന് പുറമെ എത്രയോ നിസ്കാരങ്ങൾ, സുന്നത്തുകൾ 12 റക്അത്ത് റവാത്തിബ് സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതോടൊപ്പം
അതോടൊപ്പം 5 നേരം നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ, പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് ആ അദ്കാറുകൾ പൂർത്തിയാക്കി സുന്നത്ത് നിസ്കരിച്ച് പോകുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു ആശ്വാസമുണ്ട് സഹോദരങ്ങളെ. പലരും അനുഭവിച്ചിട്ടുണ്ടാകും. അത് വേറൊരു അനുഭൂതിയാണ്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു സുന്നത്താണ് വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം ഒരാൾ പള്ളിയിൽ വെച്ചാണ് സുന്നത്ത് നിസ്കരിക്കുന്നതെങ്കിൽ അവൻക്കുള്ള സുന്നത്ത് 4 റക്അത്താണ്. രണ്ടുമായി 4 റക്അത്ത് നിസ്കരിക്കാം. അതേസമയം വീട്ടിലേക്ക് മടങ്ങിയിട്ടാണ് അയാൾ സുന്നത്ത് നിസ്കരിക്കുന്നതെങ്കിൽ വീട്ടിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യമാണ്. അതോടൊപ്പം അസ്ർ നിസ്കാരത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു റഅൻ സ്വല്ലാ ഖബ്ലൽ അസ്രി അർബഅൻ. അസ്റിലെ ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യങ്ങളാണ്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ്, സുന്നത്തായ നിസ്കാരങ്ങളും നോമ്പുകളുമെല്ലാം പ്രാവർത്തികമാക്കുമ്പോഴാണ് നാം നബിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാവുക. നാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടതും ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടതും അവിടുത്തെ ചര്യ പിൻപറ്റേണ്ടതും. ആ ഒരു രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ മനസ്സിലാക്കി ഈ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരുമ്പോൾ ഇൻഷാ അല്ലാഹ് മുഅ്മിനായിക്കൊണ്ട് ജീവിക്കുവാനും മുത്തഖീങ്ങളായിക്കൊണ്ട് മരിക്കുവാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ ഉന്മേഷത്തോടു കൂടി, ഇഖ്ലാസോടു കൂടി, ഈമാനോടു കൂടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഗഫാറായ അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗത്താൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും അള്ളാഹു ശിഫയും ആഫിയത്തുമെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങളും ദാരിദ്ര്യവുമെല്ലാം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ പ്രയാസത്തിൽ നിന്നും അള്ളാഹു അവരെ കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ മാതാപിതാക്കൾ, അവർക്കെല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.